സാർ, ഈ സോഷ്യൽ ഇമ്പാക്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെയാണ് അതിന് ന്യൂക്ലിയർ ഫാമിലികളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പൻ അമ്മൂമ്മ അവരുടെ ഒന്നും സപ്പോർട്ട് അധികം കിട്ടുന്നില്ല. ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് ഒതുങ്ങിക്കൂടലുകൾ വന്നതുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഉള്ളിലൊതുക്കി പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം ഈ കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് കിട്ടാൻ എന്ത് ചെയ്യണം, കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അത് സാറിന് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം, ഫാമിലി എന്താണ് ചെയ്യേണ്ടത് ഒരാളെ രോഗിയാക്കാതിരിക്കാനും അഥവാ രോഗിയാണെങ്കിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി ഒരു മെഡിക്കൽ സമൂഹത്തെ സഹായിക്കാൻ ഫാമിലിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം റോളുണ്ട് എന്നുള്ളതും ഒരു സാറിൻ്റെ അഭിപ്രായം കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതെ, ഈ കുടുംബാംഗങ്ങളുടെ അവരുടെ ഒരു പ്രാധാന്യവും അവരുടെ സാങ്കത്യവും വളരെ 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 പ്രധാനമാണ്. പഠനങ്ങളൊക്കെ കാണിക്കുന്നത് അഫ്കോഴ്സ് നമുക്ക് ഈ മാനസിക രോഗ ചികിത്സാ രംഗത്തൊക്കെ ഉള്ള കൂടുതൽ വിവരങ്ങളും മറ്റ് വിദേശത്തുള്ള പഠനങ്ങളിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. വിദേശ രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പല ഗുരുതരമായ മാനസിക രോഗങ്ങൾക്കും നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ രോഗശമനവും രോഗി തിരിച്ച് സമൂഹത്തിലേക്ക് പുനരധിവസിക്കപ്പെടുന്നതൊക്കെ കുറെ കൂടി ബെറ്ററാണെന്നാണ്, കുറച്ച് നല്ലതാണെന്നാണ്. അതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നമ്മുടെ വളരെ ദൃഢമായിട്ടുള്ള അല്ലെങ്കിൽ രൂഢമൂലമായിട്ടുള്ള ഫാമിലി സെറ്റപ്പാണ്. ഫാമിലി സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പക്ഷേ അവിടെ മറ്റു കെയർ ഹോമുകളും അതൊക്കെ കൂടുകയും ഇത്തരം രോഗികളെ ആരും പരിചരിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജാണ്. പക്ഷേ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം രോഗികളെയും പരിചരിക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. പല മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിലും മാനസിക രോഗ ചികിത്സയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഈ മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും കോഴിക്കോടുമാണ് അതുള്ളത്. അപ്പോൾ അവിടങ്ങളിൽ അത്തരം രോഗികളെ കാണാം, അവിടെ ദീർഘകാലമായി അവിടെ വസിക്കുന്ന രോഗികളെ കാണാം. തിരികെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലോട്ട് പുനരധിവസിപ്പിക്കപ്പെടാൻ പറ്റാതെ ബന്ധുക്കളാരും വീട്ടിലോട്ട് തിരികെ ഇമ്പ്രൂവ് ചെയ്തിട്ടും കൊണ്ടുപോകാത്ത ഒക്കെ രോഗികളെയൊക്കെ കാണാം. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഈ ബന്ധുക്കളുടെ ഒരു റോളിനെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. എപ്പോഴും ഇവർ ബന്ധുക്കൾ ഈ രോഗികളെ തഴഞ്ഞു കളയുന്നു, അവരെ ഇമ്പ്രൂവ് ആയിട്ട് തിരിച്ചു കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഈ രോഗികൾ രോഗശമനം വന്നു കഴിഞ്ഞാൽ രോഗി തിരികെ വീട്ടിൽ പോയിട്ട് ഔഷധങ്ങളൊക്കെ കഴിക്കുകയും വലിയ ജോലിയും അധ്വാനവും ചെയ്ത് കുടുംബം നോക്കിയില്ലെങ്കിലും വീട്ടുകാർക്ക് കാവലായെങ്കിലും അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കഴിഞ്ഞുകൂടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധുക്കൾ കൊണ്ടുപോകും. ഈ രോഗികളുടെ ഫോളോ അപ്പ്, രോഗികൾക്ക് തുടർ ചികിത്സ, രോഗിക്ക് ഒരു പക്ഷേ മാസം ഇഞ്ചക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഗുളികകളായിരിക്കും, ഇത് മുടങ്ങുകയും അവരെ വളരെ നല്ലതല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് റിലാപ്സ്, വീണ്ടും രോഗം വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പല ക്രോണിക് മാനസിക രോഗങ്ങൾ, ഇപ്പം മാനസിക രോഗം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ലഘുവായിട്ടുള്ള രോഗങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം കാണണം. ഒരു സംഘർഷം ഉണ്ടായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക്, ഒരു ഉറക്കക്കുറവും ടെൻഷനൊക്കെ വരുന്നു, ഒരു മൈൽഡ് ഡിപ്രഷൻ, അതിൽ നിന്ന് വിഭിന്നമാണ് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ കഴിയുന്ന ദീർഘകാല രോഗങ്ങളുള്ള ക്രോണിക്കായിട്ടുള്ള രോഗം കൊണ്ട് തൻ്റെ കഴിവിലും ചിന്താശക്തിയിലും ഇമോഷൻസിലും പ്രവർത്തനങ്ങളിലെല്ലാം കുറവ് വന്ന ഒരു ഡിഫക്റ്റൊക്കെ വന്ന രോഗികളുടെ കാര്യം. അവർ ഡിസേബിൾഡാണ്, കുറച്ച് ഡിസബിലിറ്റിയൊക്കെ അവർക്കുണ്ട്. അത്തരം രോഗികളുടെ കാര്യം രണ്ടും ഡിഫറൻ്റാണ്. അത്തരം രോഗികളുടെ കാര്യമാണ് നമ്മളീ പറയുന്നത്. അവിടെയാണ് കുടുംബങ്ങളുടെ ഒരു പ്രാധാന്യവും. കുടുംബങ്ങളെ പലപ്പോഴും ഈ സാമൂഹ്യ പ്രവർത്തകരും അതോറിറ്റീസ്, ആശുപത്രി അധികൃതരൊക്കെ കുറ്റം പറയുന്നതാണ്, രോഗം ഇമ്പ്രൂവ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നില്ല. പലപ്പോഴും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, രോഗി ആശുപത്രിയിലായിരിക്കുമ്പോൾ നന്നായിട്ട് ഔഷധം കഴിക്കുകയും ഉറങ്ങുകയും നന്നായി ഭക്ഷണം കഴിക്കുകയും ശാരീരികാരോഗ്യമൊക്കെ മെച്ചപ്പെടുകയൊക്കെ ചെയ്യുകയും തീർച്ചയായിട്ടും അത്തരം ആശുപത്രികളിലെ രോഗികളുടെ എണ്ണം നിയന്ത്രിക്കണമെങ്കിൽ, അനുവദിക്കപ്പെട്ട കിടക്കകൾക്കകത്ത് രോഗികളുടെ എണ്ണം നിയന്ത്രിക്കണമെങ്കിൽ ഇമ്പ്രൂവ് ആയവരെ 1 മാസം 2 മാസം ആകുമ്പോൾ ഡിസ്ചാർജ് ചെയ്തേ പറ്റുള്ളൂ. അവരെ അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സ് കാണുന്നു, വീട്ടിൽ കത്തയക്കുന്നു, വീട്ടുകാരും വരുന്നില്ല, അത് പരാതിയായിട്ട് പറയുന്നു. എങ്കിലും അവരെ തിരിച്ച് വീട്ടിൽ പോകാൻ പ്രാപ്തിയുള്ളവരാണെങ്കിൽ ബസ് ഫെയറൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് വിടുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. വീട്ടിൽ വരുന്ന രോഗി 1-2 മാസത്തിനകം പിന്നെ ഒരുപക്ഷെ സ്ട്രീറ്റിലൂടെ ആഹാരമില്ലാതെയും മരുന്നില്ലാതെയും നന്നായി വേഷം ധരിക്കാതെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കാണാം. അപ്പോൾ ആ രോഗിക്ക് തുടർ ചികിത്സ എന്ന് പറയുന്ന സാധനം കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രധാനം. അപ്പോൾ അതിന് റിവോൾവിങ് ഡോർ ഫിനോമിനൻ എന്ന് പറയും. ഒരു ആശുപത്രി കിടക്കും, ഇമ്പ്രൂവ് ആകും, വെളിയിലിറങ്ങും, തിരിച്ച് വീട്ടിൽ പോവും, അവിടെ ആളുകൾ ബന്ധുക്കൾ നേരെയൊക്കെ നോക്കൂല, തിരിച്ച് പിന്നെ ആശുപത്രിയിലാവും. ഇതിൻ്റെ റിവോൾവിങ് ഡോർ
ഫിനോമിനൻ എന്ന് പറയും. ഇത് വളരെയധികം സാമൂഹ്യ പ്രവർത്തകർക്ക് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഇതിനെന്ത് പരിഹാരം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പലതരം അതാത് പഞ്ചായത്തിലൊക്കെ തന്നെ പുനരധിവാസ കേന്ദ്രങ്ങൾ വരണം, ഇപ്രകാരമുള്ള കൺസെപ്റ്റ്സൊക്കെ ഉണ്ട്. മുമ്പ് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഞാൻ ജോലി ചെയ്യുമ്പം അന്തരിച്ച കവി സുഗതകുമാരി അവരൊക്കെ അവിടെ സോഷ്യൽ വർക്കറായിരുന്നു, അവിടുത്തെ ഒരു കമ്മിറ്റിയുടെ മെമ്പറൊക്കെ ആയിരുന്നു. അവരെപ്പോഴും ഈ ആശയമൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ അതാണ് ഒരു കാര്യം. ഇപ്പം ബന്ധുക്കളുടെ മാത്രം കുറ്റമല്ല, രോഗി ഒരു ഫലപ്രദമായ രീതിയിൽ ഇരിക്കുമെങ്കിൽ ബന്ധുക്കൾ കൊണ്ടുപോകും. ഇവൻ വീട്ടിൽ വന്ന് ശല്യം ഉണ്ടാക്കുന്നവരെയാണ് കൊണ്ടുപോകാത്തത്, ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവം ചെയ്യുന്നവരെയാണ് കൊണ്ടുപോകാത്തത്. ഇനി വീട്ടിൽ വരുന്ന രോഗിക്ക് തുടർ ചികിത്സയും ഫോളോ അപ്പും കൊണ്ടുപോയി കാണിക്കുകയും അതിന് മരുന്നെടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവന് റിലാപ്സ് ചെയ്യും. ഈ ക്രോണിക് ആയിട്ടുള്ള സിവിയർ മെൻ്റൽ ഇൽനസ്, സ്കിസോഫ്രനിയൊക്കെ പോലുള്ള ബൈപ്പോളാർ ഡിസോർഡർ പോലെയൊക്കെയുള്ള രോഗങ്ങൾ. അപ്പോൾ അവിടെ ബന്ധുക്കളുടെ പങ്ക് വളരെ 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 പ്രധാനമാണ്. അതിന് ഈ ചെറിയ രോഗങ്ങളുള്ളവർ തന്നെ ഈ റിലാപ്സ് വരുന്നതിന് ഒരു കാരണമായിട്ട് പറഞ്ഞിട്ടുള്ളത് ബന്ധുക്കളുടെ ഹൈ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയും. എന്നുവെച്ചാൽ ബന്ധുക്കൾ ഇവനെ ഒരു രോഗിയായി അല്ല, ചിലപ്പോൾ ഡ്രഗ് അഡിക്ഷൻ ആയിരിക്കും, ഇത്തിരി സൈക്കോസൊക്കെ വന്ന് വീട്ടിൽ വന്നു. അപ്പോൾ ഈ ബന്ധുക്കളൊക്കെ ഇവനെ അങ്ങോട്ട് കുറ്റം പറയും, ഇവനെ കൊണ്ട് വീടെല്ലാം മുടിഞ്ഞ് അവൻ ഇങ്ങനെ അവൻ്റെ കുടിയും പുകവലിയും നിൽക്കുന്നില്ല, അവനെ 2 പ്രാവശ്യം ചികിത്സിച്ചു, വീണ്ടും അവൻ ഇത് തന്നെ മാനസിക രോഗം വന്നു, ഇവനെ കൊണ്ട് മുടിഞ്ഞു, ഇങ്ങനെ ഉള്ള കമൻസും അതിനാണ് ഹൈ എക്സ്പ്രസ്ഡ് ഇമോഷൻസ് എന്ന് പറയുക. ഇത് രോഗിയിൽ വളരെ പ്രതികൂലമായിട്ടുള്ള മാനസിക അവസ്ഥ ഉളവാക്കുകയും പെട്ടെന്ന് തന്നെ അടുത്ത് റിലാപ്സ് വരികയും പിന്നെയും കുടിക്കുകയോ പിന്നെയും രോഗിയാവുകയോ ഒക്കെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബന്ധുക്കളുടെ ബന്ധുക്കൾക്കുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷൻ, അവർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവ്, എന്താണ് രോഗം, എന്താണ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ റോൾ, ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും കൗൺസിലേഴ്സും മറ്റ് ആരോഗ്യ പ്രവർത്തകരൊക്കെ അവരോട് സംസാരിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ആളിന് ഒരു വീട്ടിലെ ഒരു സാധാരണയിൽ നിന്ന് വ്യത്യാസമായി എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കണ്ടാൽ അവർ കാണുന്ന ജനറൽ പ്രാക്ടീഷണർ, അവർ അടുത്ത് കാണുന്ന ഏത് ഡോക്ടറായാലും, ആയുർവേദ ഡോക്ടറായാലും അലോപ്പതി ഡോക്ടറായാലും, അവർ കാണുന്ന അവരുടെ സാധാരണ പ്രശ്നങ്ങൾക്കെല്ലാം അവർ കാണുന്ന അവരുടെ കുടുംബ ഡോക്ടറെ ചെന്ന് കാണുക. അപ്പോൾ ഒരു പക്ഷേ കുറെ കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചികിത്സ വേണമെന്ന് ഈ ഡോക്ടർക്ക് തോന്നിയാൽ അവർക്ക് അങ്ങോട്ട് റെഫർ ചെയ്യാനൊക്കെ കഴിയും. ഒരാൾ നന്നായിട്ട് ഉറങ്ങുന്നില്ല, അല്ലെങ്കിൽ മൗനമായിരിക്കുന്നു, ഒന്നും മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, ചിരിക്കുന്നില്ല, അതെന്തോ അവനിപ്പോൾ സമയം മോശമാണ്. അപ്പോൾ അവൻ്റെ സമയം മോശമായിട്ട് തന്നെ അവൻ അസുഖം വന്നത്, സമയം മോശമാണ്, തനിയെ തെളിവെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക, അല്ലെങ്കിൽ വല്ല പൂജ വല്ലതും ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് സമയം പാഴാക്കുകയും ഒരു സുപ്രഭാതത്തിലൊരു പക്ഷേ അവന് വിഷാദമായിട്ടാണെങ്കിൽ വല്ല സൂയിസൈഡൽ ടെൻഡൻസിയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യുന്നിരിക്കും. അപ്പം നേരത്തെ സ്വഭാവത്തിലെ വ്യതിയാനങ്ങൾ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഈ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞ പോലെ ഒരാൾ കുറച്ച് ഓഡായിട്ട് വ്യത്യാസമായിട്ടൊക്കെ പെരുമാറുന്നു, തനിയെ ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുറുപുറുക്കുന്നു, എന്തെങ്കിലും കാണുന്നത് മാതിരി അതിനോട് പ്രതികരിക്കുന്നു, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ വന്നാലും തീർച്ചയായിട്ടും ഇതൊരു രോഗമാണ്, ഇത് മറ്റൊന്നും അല്ല. ഒരു പക്ഷേ ഈ സ്വഭാവ വ്യത്യാസങ്ങൾ ചിലപ്പം മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ഒരു എപ്പിലിപ്സി എല്ലാം വന്നിട്ട് വരുന്നതായിരിക്കും, ചിലപ്പോൾ ടെമ്പറൽ എപ്പിലിപ്സി എല്ലാം വന്നിട്ടായിരിക്കും. അപ്പോൾ അത് നോക്കേണ്ടതുണ്ട്, അത് അവരുടെ ഡോക്ടർ നോക്കേണ്ടതുണ്ട്. അത് എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഇവാലുവേഷൻ ടെസ്റ്റ് വല്ലതും വേണമെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. മാനസിക രോഗമാണെങ്കിൽ അതിനുള്ള അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് അതിനുള്ള ചികിത്സ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഒരു വീട്ടിലെ അംഗങ്ങൾക്കായിരിക്കും, അവിടുത്തെ ഒരു വ്യക്തിക്ക്, മുതിർന്ന ആളാവട്ടെ, മാനസിക രോഗങ്ങൾക്ക് പ്രായമേ ഇല്ല. ചെറിയ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്ക് വരെ ആർക്കും ഈ രോഗം വരാം. രോഗങ്ങൾ പലതായിരിക്കും. കുട്ടികൾക്ക് വരുന്ന കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കും, കൗമാരപ്രായക്കാരുടെ അഡോളസൻ്റ് പ്രശ്നങ്ങളായിരിക്കും, യങ് അഡൽസിനൊക്കെ ഓഫ്കോഴ്സ് വിഷാദം മറ്റ് രോഗങ്ങളും ഒക്കെ ആയിരിക്കും. പ്രായമാകുമ്പോൾ ഒരു പക്ഷേ പ്രായമായവർക്ക് വരുന്ന വിഷാദമാകാം, ഡിമെൻഷ്യ ആകാം, ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാം. അപ്പോൾ ഏത് അവസ്ഥയിലായാലും അവരുടെ സാധാരണ ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള സ്വഭാവങ്ങളോ വികാര പ്രകടനങ്ങളോ ചിന്തയിലെ വ്യത്യാസങ്ങളോ ചേഷ്ടകളോ മൗനമോ ഭക്ഷണം കഴിക്കായികയോ ഉറക്കക്കുറവോ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അവരുടെ ലോക്കൽ ജനറൽ പ്രാക്ടീഷണറെ അവർ കാണുക, അവിടെ നിന്ന് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ റെഫർ ചെയ്താൽ അത് മടി കൂടാതെ മാനസികാരോഗ്യ പ്രൊഫഷണലിനെ കാണണം എന്ന് നിർദ്ദേശം കിട്ടിയാൽ അതിന് മറ്റ് അഭിപ്രായങ്ങളോ മടി കൂടാതെ തന്നെ പോയി കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലർക്കും പേടിയൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞ അതിന് സ്റ്റിഗ്മയാണ് അതിൻ്റെ ഒരു കാരണം. മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ ചെറിയൊരു ഇഷ്യൂ ആണ്. അത് ആളുകളെ ചികിത്സയിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമാണ്. മരുന്നുകളെല്ലാം വലിയ ക്ഷീണം ഉണ്ടാക്കും, ഉറക്കം തൂങ്ങിയ പോലെ ആയിപ്പോവും, കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു പോവും, ഇമ്പോർട്ടൻ്റ് ആയിപ്പോവും, ബ്രെയിനിൻ്റെ കോശങ്ങളൊക്കെ നശിപ്പിച്ചിട്ടാണ് ഈ മരുന്നുകൾ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത തരം
മിഥ്യാവിശ്വാസങ്ങൾ, ഔഷധങ്ങളെപ്പറ്റിയും ചികിത്സകളെപ്പറ്റിയും എല്ലാം ഉണ്ട്. അപ്പോൾ അത് പല മരുന്നുകളൊക്കെ അഡിക്ഷൻ ഉണ്ടാക്കും, അതൊക്കെ കോമൺ മിസ്കൺസെപ്റ്റ്സാണ്. അപ്പോൾ അതൊന്നും അല്ല. തീർച്ചയായിട്ടും മരുന്നുകൾക്ക് ചിലപ്പോൾ ചെറിയ പാർശ്വഫലമായിട്ട് ക്ഷീണം, ഉറക്കം കാണും. ആ ഉറക്കം നമ്മൾ ഉറക്കമില്ലാത്ത രോഗിക്ക് ഉറക്കം കിട്ടാനായിട്ട് കൂടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലങ്ങളെ പറ്റിയായാലും അവിടെയും ഈ നേരത്തെ സൂചിപ്പിച്ച ഈ മാനസികാരോഗ്യ അവബോധം, ഒരു സൈക്കോ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അറിവ്, അത് വളരെ പ്രധാനമാണ്. അത് ബന്ധുക്കൾ നേരത്തെ തിരിച്ചറിയുകയും ചികിത്സയ്ക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രോഗം ആരുടെയും കുറ്റമല്ല, ആർക്ക് വേണോ വരാം. അത് അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവൻ മനഃപൂർവ്വം കാണിക്കുന്നതാണ്, അങ്ങനെയൊക്കെ അഭിനയിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പലതും ആൾക്കാർ പറയും. പ്രേതബാധ കൂടിയതാണ് എന്നൊക്കെ പറയും. അപ്പം അത് നമ്മൾ നോക്കേണ്ടതുണ്ട്. പ്രേതബാധയെ കൂടിയതുപോലെ തന്നെ കാണിക്കുന്ന രോഗങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന ശാസ്ത്രീയമായ ചികിത്സ, ഔഷധ ചികിത്സയും മറ്റ് മനഃശാസ്ത്രപരമായ ചികിത്സ, കൗൺസിലിങ്ങും സൈക്കോതെറപ്പിയും അതുപോലുള്ള സംഗതികളും എല്ലാം വേണ്ടി വരാം. അപ്പോൾ അത് കുടുംബാംഗങ്ങളുടെ പങ്ക് വളരെ വളരെ വലുതാണ്. ക്രോണിക് രോഗികളായാലും പെട്ടെന്ന് വീട്ടിലൊരാൾക്ക് രോഗം ഉണ്ടാകുന്നതായാലും നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് കുടുംബാംഗങ്ങൾ തന്നെയാണ് ഭൂരിഭാഗം രോഗികളെ നോക്കുന്നത്. അപ്പോൾ അത് വലിയൊരു മെച്ചം ഉണ്ടാകുന്നെന്ന് മറ്റ് എല്ലാ പഠനങ്ങളും കാണിച്ചിട്ടുള്ളതാണ്. കുടുംബാംഗങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സാറ് പറഞ്ഞ പോലെ കുടുംബത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. അവർ സപ്പോർട്ട് ചെയ്യണം, കുടുംബം സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അവർക്ക് വീണ്ടും രോഗം ഉണ്ടാകുന്നു. ഈ റിലാപ്സ് ഒരു വലിയ കാര്യമാണ്. ചികിത്സിച്ച് കഷ്ടപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ നിന്ന് ചികിത്സിച്ച് വിടുന്നു, പോയിട്ട് തിരിച്ചു വരുന്നു. ഒരു റിവോൾവിംഗ് ഡോർ ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ ചുറ്റി പോയി വീണ്ടും തിരിച്ചു വരുന്നു. ഇവരൊരിക്കലും നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. കുടുംബാംഗങ്ങൾ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ലക്ഷണങ്ങൾ ഇതുപോലെ സംശയമായി തോന്നുകയാണെങ്കിൽ ഉറപ്പായും മെഡിക്കൽ സപ്പോർട്ട് തേടണം. ഒരു അംഗീകൃതമായ ചികിത്സകൻ്റെ സപ്പോർട്ട് തേടുക. അവർ നിങ്ങളെ കൃത്യമായ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യും. സാറ് പറഞ്ഞ പോലെ അവർ ഡയറക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു മടിയും കൂടാതെ ചെല്ലുക. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ സമൂഹത്തിന്, നിങ്ങൾ മാത്രമല്ല, അതിലൂടെ ഒരു സമൂഹമാണ് രക്ഷപ്പെടുന്നത്. ഒരാളിലൂടെ സാറ് പറഞ്ഞ പോലെ ഒരാളുടെ പ്രശ്നം ഒരു സമൂഹം ചുറ്റി നിൽക്കുന്ന എല്ലാവരെയും ബാധിക്കുകയാണ്. അവരെല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഓരോരുത്തർക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ചും ഉത്തരവാദിത്വമുണ്ട്. അത് ദയവായി എല്ലാവരും ഈ വാക്കുകൾ പരിഗണിക്കുക. ഇത്രയും വർഷത്തെ പരിചയമാണ് സാറ് അവതരിപ്പിച്ചത്. അതെല്ലാവരും പരിഗണിക്കണം. നമ്മുടെ ഈ ഒരു മെൻ്റൽ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. എല്ലാവരിലേക്ക് ഇത് എത്തുക എന്നുള്ളത് തന്നെയാണ്. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തുക. അത് സോഷ്യൽ വർക്കേഴ്സിലൂടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരിലൂടെയും എത്തണം ഇത്തരം സന്ദേശങ്ങൾ. ഇതൊരു തെറ്റല്ല. സാറ് പറഞ്ഞ പോലെ ഒരു കുറ്റമല്ല. ആരുടെയും മാനസിക രോഗം എന്ന് പറയുന്നൊരു കുറ്റമല്ല. ഒരു പനി വരുന്ന പോലെയോ വേദന വരുന്ന പോലെ ആർക്കും വരാവുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ തന്നെ കാണുകയും അവരെ ആ രോഗത്തിൽ നിന്ന് മുക്തരാവുന്നത് വരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ള വലിയ കാര്യമാണ്. താങ്ക് യു സാർ. അതിൽ